നമസ്കാരം. പതിരും കതിരും. നൂറ് വയസ്സുള്ള VS-നെയും 9 വർഷത്തെ പാർട്ടി പരിചയമുള്ള വീണ ജോർജിനെയും പ്രത്യേകം ക്ഷണിതാക്കളാക്കിയ CPM ആ വെള്ളാപ്പള്ളിയെ കൂടി ക്ഷണിതാവാക്കണമായിരുന്നു. SNDPയുടെ ജനറൽ സെക്രട്ടറി ഈ പ്രസ്ഥാനത്തിന് വേണ്ടി എത്രയോ കാലമായി സുകുമാരൻ നായരെയും കോൺഗ്രസ് നേതാക്കളെയും ഒക്കെ തെറി പറഞ്ഞു നടക്കുകയാണ്. ഇനി സ്ഥലപരിമിതി ഇല്ലെങ്കിൽ പോലും എങ്ങനെയെങ്കിലും വെള്ളാപ്പള്ളിയെ സംസ്ഥാന കമ്മിറ്റിയിൽ തള്ളിക്കയറ്റുകയോ സെക്രട്ടേറിയറ്റിൽ കുത്തിക്കയറ്റുകയോ ചെയ്യണം. അകത്തെ പിണറായി ഭക്തർക്ക് കിട്ടുന്ന പരിഗണന പുറത്തുള്ള ഭക്തർക്കും നൽകണം. KPSCയുടെ ഒരു പഴയ നാടകത്തിലെ കഥാപാത്രം പറയുന്നത് ഓർത്തു പോകുന്നു. സാർ, പുലയരുടെ കാര്യത്തിൽ ഇടപെടരുത്. വെള്ളാപ്പള്ളി തക്കവും തരവും നോക്കി നായന്മാരുടെ കാര്യത്തിൽ ഇടപെടുന്ന ഒരു ശീലക്കാരനായിപ്പോയി. എത്രയോ പേർ കോൺഗ്രസിനെ ചതിച്ചും വഞ്ചിച്ചും ഒറ്റിയും ഒറ്റ ദിവസം കൊണ്ട് CPM-ലേക്കും BJP-യിലേക്കും പോയിട്ടുണ്ട്. അന്ന് എപ്പോഴെങ്കിലും ഈ വെള്ളാപ്പള്ളി പറഞ്ഞിട്ടുണ്ടോ കോൺഗ്രസിനോട് നന്ദികേട് കാണിച്ചത് ശരിയല്ല എന്ന്? ആറന്മുളക്കാരൻ A. പത്മകുമാർ പാർട്ടി ചതിച്ചു വഞ്ചിച്ചു എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടപ്പോഴേക്കും വെള്ളാപ്പള്ളി ചാടിയിറങ്ങി. പത്മകുമാർ നന്ദികേട് കാണിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട്. ആ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല താനും. ഒരു തവണ പപ്പനെ MLA ആക്കിയതും പിന്നെ ഒരു തെരഞ്ഞെടുപ്പിലും രക്ഷപ്പെടാതെ വന്നപ്പോൾ ദേവസ്വം പ്രസിഡന്റ് ആക്കിയതും ഈ പാർട്ടിയാണ്. പിണറായിസത്തിന് പോറലേൽക്കാതിരിക്കാനാണ് നടേശൻ സാറിൻ്റെ ഉചിതമായ ഈ ഇടപെടൽ. വീണ മിടുക്കി കുട്ടിയാണെന്നും വെള്ളാപ്പള്ളി സർട്ടിഫിക്കറ്റ് നൽകുന്നുണ്ട്. പക്ഷേ നടേശൻ സാറേ, ഒരു പ്രശ്നമുണ്ടല്ലോ. കേന്ദ്രത്തിലും കേരളത്തിലും KV തോമസിനെ മന്ത്രിയാക്കിയതും പതിറ്റാണ്ടുകളോളം പാർലമെൻറ്റിൽ പോറ്റി വളർത്തി ഇരുത്തിയതും കോൺഗ്രസ് ആയിരുന്നു. മുതലാളി അതങ്ങ് മറന്നുപോയോ? സീറ്റ് മോഹിയായ ആ ദുരാഗ്രഹി ഒറ്റ ദിവസം കൊണ്ട് കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ പിണറായി വിജയൻ്റെ പറമ്പിൽ വീണതും കോൺഗ്രസിനെ ചതിച്ചതും മുതലാളി അറിഞ്ഞില്ലേ? അന്നെന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി പറയാതിരുന്നത് KV തോമസ് മാഷ് കോൺഗ്രസിനോട് നന്ദികേട് കാണിച്ചു എന്ന്? പറയില്ല. പറഞ്ഞാൽ പിണറായി പിണങ്ങും. പകരം മുള്ളും മുനയും വെച്ച് ആ പാവം PT തോമസിനെ കുത്തി പറഞ്ഞു. അനിൽ ആൻ്റണിയും പത്മജ വേണുഗോപാലും BJP-യിൽ പോയപ്പോഴും എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി പറയാതിരുന്നത് അവർ കോൺഗ്രസിനോട് നന്ദികേട് കാണിച്ചു എന്ന്? പറയില്ല. പറഞ്ഞാൽ സുരേന്ദ്രൻ പിണങ്ങും. പാലക്കാട്ട് കോൺഗ്രസിൻ്റെ ഉച്ചയൂണ് കഴിച്ച് അത്താഴത്തിന് CPM-ൽ കയറിക്കൂടിയ ഡോക്ടർ സരിൻ നന്ദികേടാണ് കാണിച്ചതെന്ന് എന്തുകൊണ്ടാണ് നടേശൻ സാർ പറയാതിരുന്നത്? പറഞ്ഞാൽ പിന്നെയും പിണറായി പിണങ്ങും. രാഹുലെങ്ങാനും ജയിച്ചു പോയാലോ? സതീശൻ അതൊരു മൈലേജ് ആയാലോ? രാവിലെ തൊടാൻ രാഹുൽ കണിച്ചുകുളങ്ങരയിൽ വരുന്നെന്നറിഞ്ഞ് വീട് പൂട്ടി കൊല്ലത്തിന് വിട്ട പുള്ളിയാണ് വെള്ളാപ്പള്ളി. അല്ലെങ്കിൽ പറഞ്ഞതിനെ ആ ചെറുക്കന് നന്ദിയുള്ളവനല്ലെന്ന്. പത്മകുമാറിനെ പറ്റി വെള്ളാപ്പള്ളി പറഞ്ഞത് കേൾക്കാൻ നല്ല രസമാണ്. പത്മകുമാർ 52 കൊല്ലം പഠിച്ചിട്ടും തോറ്റു പോയി. 4ാം ക്ലാസ്സിലേ എത്തിയുള്ളൂ. വീണ ജോർജ് 9 കൊല്ലം പഠിച്ചു 9ാം ക്ലാസ്സിലെത്തി. അപ്പോൾ ആരാ മിടുക്കി? വീണ ജോർജ് പഴയ കലാതിലകവുമാണ് സാറേ. ഇക്കാലം അത്രയും വെള്ളാപ്പള്ളി CPM-ലായിരുന്നെങ്കിൽ 2 തവണ മുഖ്യമന്ത്രിയാകേണ്ടതായിരുന്നു. ഇങ്ങനെ പിണറായി വിജയനെയും വീണ ജോർജിനെയും വാതോരാതെ പുകഴ്ത്തുകയും പത്മകുമാറിനെ പമ്പയാറ്റിൽ തള്ളുകയും ചെയ്യുന്ന വെള്ളാപ്പള്ളിയെ പ്രത്യേകം ക്ഷണിതാവാക്കിയില്ലെങ്കിൽ പിന്നെ ആരെയാക്കാനാണ്? VS-നെ മാറ്റി വെള്ളാപ്പള്ളിയെ ആ പദവിയിലിരുത്താൻ ഒട്ടും അമാന്തിച്ചുകൂടാ. മാഷിനോട് ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ. വീണ കാപ്പ കേസിലെ പ്രതികളെയും മറ്റും പാർട്ടിയിലേക്ക് മാലയിട്ട് സ്വീകരിച്ചപ്പോൾ ഗോവിന്ദൻ മാഷ് പറഞ്ഞത് അവരെ സംസ്കരിച്ചെടുത്ത് നല്ല കേഡറാക്കാൻ പറ്റുമെന്നായിരുന്നു. 52 വർഷം ഈ പാർട്ടിയിൽ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് മാഷേ പത്മകുമാറിനെ സംസ്കരിച്ചെടുത്ത് നല്ല പാർട്ടി കേഡറാക്കാൻ കഴിയാതെ പോയത്? പാർട്ടി മനുഷ്യർ വെറും നഗ്ന മനുഷ്യരാകുമ്പോഴേ തനിക്കോണം അറിയൂ. നന്ദി.